നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഡിപ്രഷൻ എന്ന അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ടോ? അല്ലെങ്കിൽ മോട്ടിവേഷൻ ഇല്ലാതെ ഇരുന്നിട്ടുണ്ടോ? ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആവും. ഈ 5 സിനിമകൾ വിജയം, ഡ്രീംസ്, സ്ട്രഗിളിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യാം എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ് ആ ഒന്നാമത്തെ സിനിമ? വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, ഞാൻ RGP. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഇമോഷണൽ ആയിട്ടുള്ള മൂവീസ് ആയിരുന്നു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ടുഡേ എപ്പിസോഡ് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആണ്. പ്യുവർ ഇൻസ്പിറേഷൻ ആൻഡ് മോട്ടിവേഷൻ. പോസിറ്റീവ് വൈബിന് റെഡിയാണോ? എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 5ാമത്തെ സിനിമ ചക് ദേ ഇന്ത്യ. ഇതൊരു സ്പോർട്സ് മോട്ടിവേഷണൽ സിനിമയാണ്. ഒരു ഇന്ത്യൻ ഹോക്കി പ്ലെയർ ചെറിയ വിവാദങ്ങളൊക്കെ ആയിട്ട് ഇന്ത്യൻ ടീമിൽ നിന്നും പോവുകയാണ്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അയാൾ ഇന്ത്യൻ വുമൻസ് ഹോക്കി ടീമിൻ്റെ കോച്ചായിട്ട് വരുവാണ്. തുടർന്നുണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ ചിത്രം പങ്കുവയ്ക്കുന്നത്. സത്യത്തിൽ ഈ സിനിമയുടെ സ്ട്രെങ്ത് എന്താണ്? നിങ്ങൾ എന്നെ കണ്ടത് ഇങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയല്ല, നിങ്ങൾ എന്നെ വെറുതെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. ഒന്നാമത്തെ കാര്യം. 2ാമത്തെ കാര്യം, ടീം ബിൽഡിംഗ്, ലീഡർഷിപ്പ് തുടങ്ങിയിട്ടുള്ള അങ്ങനെ പറഞ്ഞ നിരവധി കാര്യങ്ങൾ ഈ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത, ഈ കാര്യങ്ങളൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. ഒരു സ്പോർട്സ് സിനിമയാണ്, പക്ഷെ നിങ്ങൾക്ക് ഹോക്കി അറിയില്ലെങ്കിൽ പോലും ഈ സിനിമ നല്ല രീതിയിൽ ഡൈജസ്റ്റ് ആവും. ഹ്യൂമൻ ഇമോഷൻ, ടീം ഡൈനാമിക്സ്, ടീം ഗോൾ, ഈ കൺസെപ്റ്റുകളെല്ലാം യൂണിവേഴ്സലി റിലേറ്റബിൾ ആയിട്ടുള്ള കോണ്ടന്റുകളാണ്. സത്യം പറയാലോ, ക്ലൈമാക്സ് മാച്ച് ഉണ്ടല്ലോ, അത് നമുക്കൊരു എഡ്ജ് ഓഫ് സീറ്റ് അനുഭവമായിരിക്കും സമ്മാനിക്കുന്നുണ്ടാവുക. ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കഥ എങ്ങോട്ടാ പോകുന്നത്, ഇവർ ജയിക്കുമോ നോക്കുമോ എന്നൊക്കെ. പക്ഷേ ഈ സിനിമയുടെ പ്രത്യേകത എന്തെന്നാൽ ഇതൊന്നും ഫോഴ്സ് ചെയ്തതാണെന്ന് നമുക്ക് തോന്നില്ല. ട്രെയിനിങ് സീക്വൻസ്, ക്യാരക്ടർ ഡെവലപ്മെന്റ്, കിടിലൻ ഡയലോഗ്സുകൾ എല്ലാം കൊണ്ടും വളരെ ബാലൻസ് ചെയ്തിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. പക്ഷേ 4ാമത്തെ സിനിമയുണ്ടല്ലോ, അതൊരു കംപ്ലീറ്റ്ലി ഇമോഷണൽ ജേണിയാണ്. നമ്പർ 4, ലൈക്ക് സ്റ്റാർ ഓൺ എർത്ത്, അല്ലെങ്കിൽ താരെ ജമീൻ പർ. നമ്മുടെ ക്ലാസ്സിലൊക്കെ കാണും അത്ര സുഖമില്ലാത്ത, ഒന്നെങ്കിൽ മാനസികമായോ ശാരീരികമായോ വയ്യാത്ത കുട്ടികൾ നമ്മളിൽ പഠിക്കുന്നുണ്ടാവും. പൊതുവെ നമുക്കെല്ലാവർക്കും അവരോടൊരു സിമ്പതിയാണ് തോന്നാറ്. പക്ഷേ താരെ ജമീൻ പർ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ കഴിവ് മനസ്സിലാക്കുന്ന ഒരു ടീച്ചറുടെ കഥയാണ് പറയുന്നത്. ഇത് സുഖമില്ലാത്തൊരു കുട്ടിയുടെ മാത്രം കഥയല്ല, നേരെ മറിച്ച് എഡ്യൂക്കേഷണൽ സിസ്റ്റം, പാരന്റിങ്, ഓരോരുത്തരുടെ കഴിവ് എങ്ങനെ മനസ്സിലാക്കാം തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങൾ താരെ ജമീൻ പർ എന്ന് പറയുന്ന ഈ മനോഹര ചിത്രം ചർച്ച ചെയ്യുന്നുണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരുപാട് ഇമോഷണൽ മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. പക്ഷെ ഒരു പരിധി വരെ ഈ സിനിമ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്, പ്രചോദനമാണ്. എഡ്യൂക്കേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ, പാരൻസ്, കുട്ടികൾ, അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള, ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു മസ്റ്റ് വാച്ച് ആണ് ഈ ഒരു ചിത്രം. പക്ഷേ 3ാമത്തെ സിനിമ അതൊരു കോമഡി ഡ്രാമ മാസ്റ്റർ പീസാണ്. ലിസ്റ്റ് ഏകദേശം മിഡ് പോയിന്റിലെത്തി. ഒന്ന് ലൈക്ക് ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ഒന്ന് ചെയ്യണേ. അത് യൂട്യൂബ് അൽഗോരിതം കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ പുഷ് ചെയ്യും. 3ാമത്തെ സിനിമ 3 ഇഡിയറ്റ്സ്. എഞ്ചിനീയറിംഗ് കോളേജിലെ കുറച്ച് സ്റ്റുഡൻസിന്റെ കഥ. പക്ഷേ ഇത് വെറും ഒരു കോളേജ് സ്റ്റോറി അല്ല. എഡ്യൂക്കേഷൻ സിസ്റ്റം, കരിയർ പ്രഷർ, ഫ്രണ്ട്ഷിപ്പ്, ഫോളോയിങ് പാഷൻ എല്ലാം തന്നെ ഈ സിനിമ കവർ ചെയ്യുന്നുണ്ട്. കോമഡി ഉണ്ട്, പക്ഷെ അത് വളരെ മീനിങ് ഫുൾ ആണ്. ഓരോ ജോക്കിന്റെ പിന്നിലും ഒരു സോഷ്യൽ മെസ്സേജ് ഉണ്ട്. പാരന്റൽ പ്രഷർ വാസ് പേഴ്സണൽ ചോയ്സ്, റൂട്ട് ലേണിംഗ് വാസ് ക്രിയേറ്റീവ് തിങ്കിങ് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു സിനിമയുടെ ബ്യൂട്ടി എന്തെന്ന് ചോദിച്ചാൽ വളരെ സീരിയസ് ആയിട്ടുള്ള പല കാര്യങ്ങളും കോമഡി രീതിയിലാണ് അവതരിപ്പിച്ചത്. പക്ഷെ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ, അതിൻ്റെ ഒരു മെസ്സേജോ കാര്യങ്ങളോ ഒന്നും തന്നെ കോമഡി ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു നിലവാരം കുറയുന്നില്ല താനും. ഓൾ ഇസ് വെൽ മെന്റലി, തിങ്കിങ് ഡിഫറെന്റ്ലി, ഇന്നോവേഷൻ ഓവർ ഇമിറ്റേഷൻ, ഈ തീമെല്ലാം റെലവന്റ് ആണ് ഈവൻ നൗ. കോമഡി, ഡ്രാമ, റൊമാൻസ്, സോഷ്യൽ മെസ്സേജ്, ഈ സംഭവങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു മനോഹര സിനിമ. പക്ഷേ അടുത്തതായിട്ട് പറയാൻ പോകുന്ന 2ാമത്തെ സിനിമയുണ്ടല്ലോ, അതൊരു റിയൽ ഇൻസ്പിറേഷൻ സ്റ്റോറിയാണ്. നമ്പർ 2, സുരറൈ പോട്ടർ. എയർ ഡെക്കാൻ ഫൗണ്ടർ ക്യാപ്റ്റൻ ഗോപിനാഥിൻ്റെ ലൈഫ് ഇൻസ്പയർഡ് സ്റ്റോറി. നമുക്കിപ്പോൾ ഒരു പ്ലെയിനിൽ പോകണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അത് വളരെ ഓക്കെ ആയിരുന്നു. പക്ഷേ പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പ്ലെയിനിൽ കയറുക എന്ന് പറഞ്ഞാൽ പോലും വളരെയധികം സ്വപ്നമായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. ഗൾഫിൽ പോയവരൊക്കെ ഹൈലി പ്രൈസിലാണ് പോയിട്ടുണ്ടായിരുന്നത്. സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് പ്ലെയിൻ എന്ന് പറയുന്നത് എല്ലാവരുടെ രീതിയിലേക്കും എത്തി. അതിനുള്ള പ്രധാനപ്പെട്ട ഒരാളുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു എവല്യൂഷൻ നടന്നിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വലിയൊരു മാറ്റത്തിന് കാരണമായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. ഇന്ത്യയിൽ ആ ഒരാളുടെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. സുരൈ പോട്ടർ എന്ന് പറയുന്നത് അറിയാമല്ലോ, തമിഴ് സിനിമയാണ്. പക്ഷേ യൂണിവേഴ്സൽ അപ്പീലുള്ള ഒരു സിനിമയാണ്.
തൻ്റെ സ്വപ്നത്തിന് വേണ്ടി പോരാടുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. സൂര്യ ആക്ടിങ്, ഡയറക്ഷൻ, സ്ക്രിപ്റ്റിംഗ്, എവറിത്തിങ് ടോപ്പ് നോച്ച്. ഒരു കൊമേഴ്ഷ്യൽ പടം ആണെങ്കിൽ പോലും ഒരു റിയലിസ്റ്റിക് രീതിയിലാണ് ഇതിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു കറന്റ് ജനറേഷനെ നോക്കുകയാണെങ്കിൽ പോലും സ്റ്റാർട്ടപ്പ് കൾച്ചർ, ഇന്നോവേഷൻ തുടങ്ങിയിട്ടുള്ള ഇപ്പോഴും റെലവൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഈ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഫാമിലി സപ്പോർട്ട്, ഫിനാൻഷ്യൽ സ്ട്രഗിൾ, മാർക്കറ്റ് കോമ്പറ്റീഷൻ, എൻ്റർപ്രണർ ലൈഫ് തുടങ്ങിയിട്ടുള്ള മറ്റു പല കാര്യങ്ങളും ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ബിസിനസ് ഒക്കെ തുടങ്ങാൻ പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ സിനിമ ഒന്ന് എടുത്ത് കാണുക. ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവും, പ്ലെയിന് കപ്പൽ എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല, അപ്പോൾ ഇതൊന്നും അറിയാതെ ഞാൻ ഈ സിനിമ കണ്ട വർക്കാവും എന്നുള്ളത്. കംപ്ലീറ്റ്ലി ഇതൊന്നും അറിയില്ലെങ്കിലും സിനിമ വർക്കാവും. എനിക്കും അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് സിനിമ വർക്കാതിരിക്കേണ്ടതല്ലേ. എന്താണെങ്കിലും കണ്ടു നോക്കുക, വേറെ ലെവൽ പടമാണ്. പക്ഷെ ഒന്നാമത്തെ സിനിമയുണ്ടല്ലോ, അതൊരു സ്പോർട്സ് സിനിമയാണ്, ഒരു റിയൽ സ്റ്റോറിയാണ്, നിങ്ങൾ ഞെട്ടാൻ പോകുന്ന സ്റ്റോറിയാണ്. ഫൈനലി നമ്പർ 1, ദംഗൽ. തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ആ രോമാഞ്ച എഫക്റ്റ് കിട്ടാൻ പോകുന്ന സിനിമ അത് ഇതായിരിക്കും. മഹാവീർ സിംഗിന്റെ യഥാർത്ഥ സ്റ്റോറി. അവരുടെ 2 പെൺകുട്ടികളെ ലോകത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ റെസ്ലേഴ്സ് ആക്കിയിട്ടുള്ള ഒരു കഥ, അതും യഥാർത്ഥ സംഭവം. ഇന്ന് നിങ്ങൾ ഈ സ്റ്റോറി കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇതൊരു നോർമൽ സ്റ്റോറി ആയിരിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു നോർമൽ സ്റ്റോറി അല്ല. റൂറൽ ഇന്ത്യയിൽ പല പെൺകുട്ടികൾക്കും ഇപ്പം വിദ്യാഭ്യാസം പോലും കിട്ടാത്ത അവസ്ഥയുണ്ട്. ഫാദർ ഡോക്ടർ റിലേഷൻഷിപ്പ്, സാക്രിഫൈസ് ഫോർ ഡ്രീംസ്, ഈ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും വളരെ കൃത്യതയോടെ അവതരിപ്പിച്ചൊരു സിനിമയാണ്. സോ ഇതെങ്ങനെ ഒരു സിമ്പിൾ സ്റ്റോറി ആകും? അതായത് ആടുജീവിതത്തിൽ പറയുന്നത് കേട്ടില്ലേ, നമ്മൾ അനുഭവിക്കാത്ത കഥകൾ നമുക്ക് വെറും കെട്ടുകഥകളാണ്. അപ്പോൾ ഈ സിനിമയുടെ പവർ എന്താണ്? ഇതൊരു റിയൽ സ്റ്റോറി ആണെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പവർ. അതായത് ഈ കുട്ടികളെയൊക്കെ സിനിമയുടെ അവസാനം അവരുടെ റിയൽ ഫൂട്ടേജും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. റെസ്ലിംഗ് എന്ന് പറയുന്നത് ടെക്നിക്കലി അല്ലെങ്കിൽ ഫിസിക്കലി വളരെ നന്നായിട്ട് കൊണ്ടുപോകേണ്ട ഒരു സംഭവമാണ്. അതിനൊക്കെ മികച്ച രീതിയിൽ തന്നെ അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, ആ തടിച്ച അമീർ ഖാൻ ഒരു സീനിന് വേണ്ടി ട്രാൻസ്ഫോം ചെയ്ത് വന്നിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അതൊക്കെ ഗംഭീരമായിരുന്നു. ഈ ഒരു സിനിമ നമുക്ക് തരുന്ന ഒരു സോഷ്യൽ മെസ്സേജ് എന്ന് പറയുന്നത്, മര്യാദയ്ക്ക് വിദ്യാഭ്യാസം പോലും കിട്ടാത്ത ഒരു രാജ്യത്ത്, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ വളരെ റൂറൽ ആയിട്ടുള്ള ഏരിയയിൽ അവിടെ ഒരു വേൾഡ് റെസ്ലർ ഉണ്ടാവുക എന്ന് പറയുന്നത്, അത് ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരാൾ ഉണ്ടാവുക എന്ന് പറയുന്നത്, അത് തന്നെയല്ലേ ഇതിൻ്റെ ഇൻസ്പിറേഷൻ. ഈ സിനിമയിൽ വളരെ എടുത്തു നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫാദറിൻ്റെ ഡെഡിക്കേഷൻ ആണെങ്കിലും മക്കളുടെ ഡെഡിക്കേഷൻ ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇത് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത്. അല്ലാതെ എനിക്ക് ഭയങ്കര താല്പര്യമാണ് അങ്ങനെയൊന്നുമല്ല. ഈ കഥ പോകുന്നതിനൊരു പക്കാ ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു, ഈ കഥ ഫോളോ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ സിനിമേനെ നമുക്ക് ഏറ്റവും അവസാനത്തേക്ക് വരുന്ന സമയത്ത് ആ ഒരു കിട്ടിലെ മൊമെന്റ് കിട്ടാനുള്ള കാരണം. ചുരുക്കി പറഞ്ഞാൽ സ്പോർട്സ് സിനിമയിൽ ഒരു മാസ്റ്റർ പീസ് തന്നെയാണ് ഇന്ത്യയിൽ ഈ ഒരു പടം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലെ നമ്മൾ ഭയങ്കര ഇമോഷണൽ ആക്കി എന്നുള്ളതിൻ്റെ കംപ്ലൈൻറ്റ് ഞാൻ ഇവിടെ തീർത്തിട്ടുണ്ട്, മൊത്തം പോസിറ്റീവ് തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡ് കുറച്ചും കൂടി വെറൈറ്റി ഒരു ത്രില്ലറൊക്കെ പിടിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം, ഫീൽ ഗുഡ് ഇമോഷണലൊക്കെ ആയിട്ടുള്ള കഥകൾ എഴുതാനും അങ്ങനത്തെ ഒരു സംഭവം വിഷ്വലിലേക്ക് കൊണ്ടുവന്ന് ഡയറക്റ്റ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. നമ്മളൊരു ഓൺലൈൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കാം, താഴെ നമ്പർ കൊടുക്കാം, കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട, പോസിറ്റീവ് കണ്ടന്റ് മിസ് ചെയ്യണ്ട. അപ്പോൾ നാളെ കാണുന്നത് വരെ ബൈ.